എനിക്ക് വിസ വന്നിട്ടുള്ളൊരു ഓപ്പണിംഗ് ഉണ്ടായിരുന്നു. അപ്പം ഞാനങ്ങനെ പോകേണ്ടി വന്നാൽ ഇവന് ഹോസ്റ്റലിലാക്കാനുള്ള സൗകര്യം കൂടി നോക്കിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് തൃശ്ശൂരിലേക്ക് മാറുന്നത്. സ്കൂളിലേക്ക് പോകുന്നതും വരുന്നതും എല്ലാം സഫയർ തന്നെ നോക്കിക്കോളും. ആദ്യം വന്ന ജെഇ മെയിനിൽ നല്ല സ്കോറോട് കൂടി NITയിൽ സീറ്റ് ഉറപ്പിച്ചു. അതിന്റെ അഡ്വാൻസ്ഡ് എക്സാം വന്നപ്പോൾ അതും ക്ലിയർ ചെയ്ത് അവിടെയും IITകളിൽ സീറ്റ് ഉറപ്പിച്ചു. ഡൗട്ട്സ് ചോദിച്ചാൽ ആൾവേസ് അവൈലബിൾ ആണ് ടീച്ചേഴ്സ്. വാട്സാപ്പിലായാലും വിളിച്ചാലായാലും ടീച്ചേഴ്സ് അവൈലബിൾ ആയിരുന്നു. മറൈൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു കോഴ്സിനെ പറ്റി അറിയണ്ടായി. പിന്നെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയപ്പോൾ ഈ IMU CET എന്ന് പറഞ്ഞ എക്സാം ഉണ്ടെന്ന് പറഞ്ഞു. IMU എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പ്രൊവൈഡ് ചെയ്യണം. അവന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫീൽഡായിരുന്നു ഈ മെർച്ചന്റ് നേവി റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ്. അതിൽ IMU CET എന്ന് പറഞ്ഞ ഒരു സൂപ്പർ നാഷണൽ ലെവൽ എക്സാമാണ്. ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി കോമൺ എൻട്രൻസ് ടെസ്റ്റ്. അതിൽ ആൾക്ക് 52 ആണ് ഒക്കെ ഓൾ ഇന്ത്യ റാങ്ക്. ഞാനൊന്നും സ്വപ്നത്തിൽ പോലും ജെഇ അഡ്വാൻസ്ഡ് ഒന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ജെഇ മെയിൻസ് എങ്ങനെയെങ്കിലും ക്ലിയർ ചെയ്യുക അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾക്ക് ഒരു ഒളിമ്പ്യാഡ് സീരീസ് ഉണ്ട്, ഡ്രീം ദം ഒളിമ്പ്യാഡ് സീരീസ് എന്ന് പറഞ്ഞിട്ട്. ആ ഒളിമ്പ്യാഡ് സീരീസിൽ അവൻ നാഷണൽ ടോപ്പറായിരുന്നു. 1 lakh rupees ക്യാഷ് പ്രൈസ് ഒക്കെ കിട്ടിയ ആൾക്ക്. എല്ലാ എക്സാമും ഞാൻ എഴുതിയിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്നത് ഒന്നും സ്കിപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ നമുക്ക് കൂടുതൽ എക്സ്പീരിയൻസ് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ടൈം മാനേജ്മെൻറ്റിൻ്റെ ഇഷ്യൂസൊക്കെ സോൾവ് ചെയ്യാൻ പറ്റും. ഈ എക്സാമിൻ്റെ സമയത്ത് നമുക്ക് ആ ഒരു സ്ട്രെസ് വരുമല്ലോ, അതിൻ്റെ മാനേജ്മെൻറ്റൊക്കെ നന്നായി മനസ്സിലാവും. വലിയ അച്ചീവ്മെൻ്റ് ആണ് ശരിക്കും കേശവ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് കേശവനെ ഹെൽപ്പ് ചെയ്ത ടീച്ചർമാർക്കൊക്കെ ഞാൻ ഈ ഒരു അവസരത്തിൽ അവർക്ക് കൂടെ ഞാൻ താങ്ക്സ് പറയണം. അവനെ ഗൈഡ് ചെയ്തതിനും അവന് നല്ല മാർക്ക് മേടിച്ചു കൊടുത്തതിലും.